വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. അപ്പൊ മക്കളെ, ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന NMMS എന്ന് പറഞ്ഞ ഡ്രീമിലോട്ട് എന്റെ മക്കൾ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. അതിനുള്ള ഹാർഡ് വർക്ക് ചെയ്ത റിസൾട്ട് ഷുവർ ആണ്. അതിന് നിങ്ങളൊരു ഹെൽപ്പ് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ചിട്ടുണ്ടാകുമ്പോഴുള്ള വാതകം ഏതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. വിച്ച് ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ് വെൻ മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ്? ഹൈഡ്രജൻ ആണോ, ഓക്സിജൻ ആണോ, ഓസോൺ ആണോ, നൈട്രജൻ ആണോ എന്നാണ് നമുക്ക് ആലോചിച്ചാൽ അറിയാലേ. നമ്മൾ പഠിച്ച കാര്യമാണ്, അടിപൊളിയായിട്ട് പഠിച്ച കാര്യമാണ്. ആൻസർ എന്ന് പറഞ്ഞത് ഹൈഡ്രജൻ ആണ് എന്ന് നിങ്ങൾക്ക് അറിയാലേ. അപ്പൊ എങ്ങനെയാണ് ഈ ഹൈഡ്രജൻ ഉണ്ടാവുന്നത്? നമുക്കൊരു പരീക്ഷണം ചെയ്ത് കണ്ടുപിടിച്ചാലോ? അതിന് സിമ്പിൾ ആണ്. നിങ്ങളുടെ വീട്ടിലുള്ള സാധനം വെച്ച് ചെയ്ത് നോക്കാം. ആകെ ഒരു മെഗ്നീഷ്യം റിബണ്ട് മാത്രമേ എക്സ്ട്രാ വരുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിലുള്ള അസിറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവില്ല. വിനാഗിരി, സുർക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും, അതാണോ വിസൈ ചോദിക്കും ഇല്ലേ. നമ്മുടെ അച്ചാറുകളിലും കാര്യങ്ങളൊക്കെ ഇടുന്ന വിനാഗിരിയിലിടാ, സുർക്ക അതെടുക്കുക. എന്നിട്ട് കുറച്ച് മെഗ്നീഷ്യം റിബൺ അതിലോട്ട് ഇടാം. അപ്പൊ ഞാൻ കുറച്ച് വിനാഗിരി എടുത്തേ, എന്നിട്ട് ഇതിനകത്തോട്ടൊരു മെഗ്നീഷ്യം റിബൺ ഇടാണ്. എന്നിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണം. എന്ത് വരും, ഇന്ന് വരും, നീ നാളെ വരുമോന്നൊന്നും നോക്കണ്ട, അത് ഇപ്പൊ തന്നെ വരും. കാര്യം എന്താണ്, അതിനകത്ത് നിന്ന് ബ്ലും 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 പറഞ്ഞ ബബിൾസ് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ആ ബബിൾസ് എന്ന് പറഞ്ഞത് നമുക്കറിയാം, ബബിൾസ് ഇങ്ങനെ വരികയാണെങ്കിൽ അവിടെ എന്തോന്ന് ഉണ്ടായിട്ടുണ്ട്. ആരാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അവിടെ ഉണ്ടായത് ഈ പറഞ്ഞ പോലെ ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ബബിൾസ് കണ്ടോ, ഇഷ്ടം പോലെ കണ്ടോ, മെഗ്നീഷ്യം റിബൺ ഇട്ട് കഴിഞ്ഞപ്പോ ബ്ലും 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 ബബിൾസ് എന്ന് കണ്ടോടാ. ഇത് എന്താണ്? ആക്ച്വലി അതിനകത്ത് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള റീസൺ കൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പൊ ഞാനത് പറഞ്ഞ നിങ്ങൾ എങ്ങനെയാ വിശ്വസിക്കുക? മിസ്സേ ഞങ്ങൾക്ക് തെളിവ് വേണം, എന്നാലേ വിശ്വസിക്കുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ തെളിവുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാ, ജസ്റ്റ് ഒരു തീപ്പെട്ടിക്കൊള്ളി, അത് ജസ്റ്റ് കത്താത്ത ഒരു എരിയുന്ന തീപ്പെട്ടിക്കൊള്ളി വെറുതെ ഒന്ന് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിക്കൊള്ളി ജസ്റ്റ് ഈ ടെസ്റ്റ് ട്യൂബിന്റെ മുകളിൽ നിന്ന് കാണിച്ചു നോക്കുക. പുഷ്പ ഫയർ എന്ന് പറയുന്ന പോലെ ഫയർ വരുവടാ. അപ്പൊ ഹൈഡ്രജൻ ഫയർ ആടാ എന്ന് പറയുന്ന പോലെ ഫയർ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ്ടോ, കത്തുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളി ടെസ്റ്റ് ട്യൂബിൽ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അത് കത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ക്ലോസ് ദ മൗത്ത് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ് ആൻഡ് തമ്പ് ഓഫ് വൈൽ വാട്ട് ഡു യു ഫീൽ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് കത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ കത്താൻ നമ്മളെ സഹായിക്കുന്ന, ഒരു പോപ്പ് സൗണ്ടോട് കൂടി കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ് ഹൈഡ്രജൻ. എന്താ പോപ്പ് സൗണ്ട്? മിസ് ഇപ്പൊ ഈ ഒരു ചുണ്ടുകൊണ്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയില്ലേ, അതാണ് പോപ്പ് സൗണ്ട്. അപ്പൊ പോപ്പ് സൗണ്ടിൽ കത്തുന്ന ആളാണ് ഹൈഡ്രജൻ. അതുപോലെ ഹൈഡ്രജൻ ആരാണ്? ഫയർ ആണ്. ആലോചിച്ച് വെക്കാം കേട്ടോ. സോ തീ കാണുമ്പോൾ ചെറിയ ശബ്ദത്തോടെ കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സോ ആസിഡ് ലോഹങ്ങൾ മാറ്റി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം എന്ന് പറയുന്നത് എപ്പോഴും ഞങ്ങൾ ആലോചിച്ച് വെച്ചോ, അത് ഹൈഡ്രജൻ ആണ്. അതിന് ഒരു മാറ്റവും ഇല്ല. സോ ഇത് സെറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ, AM എങ്ങോട്ട് പോയി? ഹൈഡ്രജനെ കാണാൻ പോയി. അല്ലെങ്കിൽ AMH എന്ന് പഠിച്ചു വെച്ചോ. A for ആസിഡ്, M for മെറ്റൽ. ആസിഡ് മെറ്റൽ റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ, AMH. സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. അപ്പൊ ഏതാന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരില്ല. റെഡി? അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനോട് ഞാൻ പറഞ്ഞതേ, മോര് കൊണ്ടുള്ള കറികൾ മൺപാത്രങ്ങളിൽ ഉണ്ടാക്കാനുള്ള റീസൺ എന്താണ്? വൈ വി പ്രിപ്പയർ കറീസ് വിത്ത് ബട്ടർ മിൽക്ക് ഇൻ എർത്തേൺ പോട്ട്സ് എന്ന് ചോദിക്കുന്നുണ്ട്. ടേസ്റ്റിന് വേണ്ടിയിട്ടാണോ? മോളിലെ ആസിഡ് ലോഹപാത്രമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണോ? കേട് വരാതിരിക്കാൻ, സ്പോയിലേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? അത് ഇവയൊന്നും അല്ലേ എന്നാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ആലോചിച്ചാൽ കിട്ടുന്ന ആൻസർ ആണ്. ഏതാണ് ആൻസർ? മോരിലെ ആസിഡ് ലോഹപാത്രവുമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, അമ്മമാര് ഈ പറഞ്ഞ പോലെ ഉപ്പിലിട്ട നാരങ്ങ, ഉപ്പിലിട്ട നെല്ലിക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്താ ടേസ്റ്റ് അല്ലേ, ഉപ്പിലിട്ട സാധനങ്ങളിട്ട നമ്മൾ കാണിക്കും. പക്ഷെ ഈ ഒരു സാധനം നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചില്ല് പാത്രത്തിൽ മാത്രമേ നിങ്ങളുടെ അമ്മമാര് വെക്കുള്ളൂ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, അവിടെ ഇഷ്ടം പോലെ പാത്രമല്ലേ, എന്നിട്ട് എന്താ അമ്മ അത് ഉപയോഗിക്കാത്ത? അലുമിനിയം പാത്രം ഉണ്ടായിരിക്കാം, സ്റ്റീലിന്റെ പാത്രം, ഇഷ്ടം പോലെ പാത്രങ്ങൾ ഉണ്ടാവും. ഇപ്പൊ പറഞ്ഞ പോലെ ഇരുമ്പിന്റെ പാത്രം, അയൺ പാത്രം ഉണ്ടായിരിക്കാം, കോപ്പർ ഉണ്ടാവാം. എന്നിട്ട് ഇതൊന്നും ഉപയോഗിക്കാണ്ട് നിങ്ങളുടെ അമ്മ ചില്ലിട്ട പാത്രത്തിലോ പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിലോ എന്താ എടുത്തേക്കാനുള്ള റീസൺ എന്നറിയോ? ഇവനാണ് റീസൺ. ഇവര് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ലുക്കൊക്കെ ആണല്ലോ എന്ന്. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ വിനാഗിരി പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് എന്തുണ്ട് മക്കളി? ആസിഡ് ഉണ്ട്. ആസിഡ് എപ്പോ മെറ്റലിനെ കണ്ടോ അപ്പൊ ലബ്ബാവും. അപ്പൊ എന്താ സംഭവിക്കുക? അവിടെ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ. സോ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുക. ആ രണ്ടും നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. നമുക്ക് അച്ചാറല്ലേ വേണ്ടേ, നമുക്ക് നെല്ലിക്കല്ലേ വേണ്ടേ? അതിന് ഈ പറഞ്ഞ പോലെ ഹൈഡ്രജൻ ഗ്യാസ് കഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ചില്ല് പാത്രങ്ങളിൽ മോസ്റ്റ്ലി സൂക്ഷിക്കാറുള്ളത്. മോരാണെങ്കിൽ നമുക്കറിയാം അതിനകത്ത് ആസിഡ് ഉണ്ട് അല്ലെ, ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് മോര്, തൈരിനകത്തൊക്കെ. അപ്പൊ ഈ ആസിഡ് പെട്ടെന്ന് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യും, ലോഹമായിട്ട് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ്
അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല. അതുപോലെ തൈലം, മോര് തുടങ്ങിയിട്ടുള്ള കറികൾ ഉണ്ടാക്കാൻ വേണ്ടി മൺപാത്രങ്ങളാണ് സാധാരണ ഉപയോഗിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് അതാണ്. സോ earthen pot are commonly used for the cooked dishes with the curd and buttermilk. Metal container are not used for stored pickles എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ ഇനി അമ്മേനോട് പോയി ചോദിക്കുക, നല്ല ശക്തമായിട്ട് പോയി ചോദിച്ചു നോക്കുക. അമ്മയ്ക്ക് ബൈ ചാൻസ് സയൻസ് അറിയാണ്ട് പോലും അവർ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും ഇതിങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അമ്മേനെ പോയി ഞെട്ടിക്കണം. അമ്മേനോട് പറയണം, അമ്മ അങ്ങനെയൊക്കെയാണ് എന്റെ സെറ്റപ്പ്, അതുകൊണ്ടല്ലേ ഇത് ചോദിച്ചാൽ അമ്മ പറയും എന്റെ മോന് എവിടുന്ന ഐഡിയ കിട്ടിയ ചോദിച്ചാൽ പറഞ്ഞ ശ്രീഭാമ മിസ് പറഞ്ഞെന്താന്ന്. റെഡി? പറയണം കേട്ടോ. റെഡി? അപ്പൊ നമുക്ക് അടുത്തയിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ലോഹം ഏതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദ മെറ്റൽ വിച്ച് ഈസ് നീഡഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ ബോൺ ആൻഡ് ടീത്ത്. നമ്മുടെ പല്ലും എല്ലും ഒക്കെ ഭയങ്കര ബലമായിട്ട് നല്ല ശക്തമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ലോഹമാണ് മക്കളെ വേണ്ടത്? സോഡിയം, അയൺ, കാൽഷ്യം, മെഗ്നീഷ്യം, ഇതിൽ ഏതാണ് വേണ്ടത്? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, അത് കാൽഷ്യം ആണ്. ഇനിയിപ്പോ നമ്മൾ പഠിക്കാണ്ട് തന്നെ നമുക്ക് പറയാം. കാരണം എപ്പോഴും ഹോസ്പിറ്റലിൽ പോയാലും നിങ്ങൾ കേൾക്കുന്ന സാധനമായിരിക്കാം, ഒന്നുമില്ലെങ്കിൽ വിറ്റാമിൻ കുറവ്, അല്ലെങ്കിൽ അയൺ കുറവ്, അല്ലെങ്കിൽ കാൽഷ്യം കുറവ്, ഇല്ലേ? എപ്പോഴും ഡോക്ടേഴ്സ് പറയുന്ന സാധനമല്ലേ? അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് ശരിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇന്ന് എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഒരു ചിരി പാസ്സാക്കാം കേട്ടോ. ഒരു ചിരി ഇരിക്കാം, ഒരു ചിരി ഇരിച്ചേ. അപ്പൊ അങ്ങനെ ചിരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, നിങ്ങളുടെ ആ സ്മൈലിൽ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ആരാണ് അടിപൊളിയായിട്ട് ചിരിക്കുന്ന ആളെ നോക്കാലോ. ഓക്കെ, നിങ്ങൾക്ക് കമന്റിൽ കാണാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യാം. റെഡി? അപ്പൊ നമ്മൾ ചിരിക്കുന്ന സമയത്ത് അടിപൊളിയായിട്ടുള്ള പല്ലുകള്, അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര ശക്തരാണ്. എപ്പോഴാ പറയാ? ഒരാൾ ഇടിക്കാൻ ഒറ്റ ഇടിക്കാനുള്ള ശക്തി നമുക്ക് വേണ്ടേ? അപ്പൊ നമ്മൾ എല്ലും അതുപോലെ തന്നെ പല്ലും ഒക്കെ ഭയങ്കര ബലവായിച്ചിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? സോ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് കാൽഷ്യം. എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകാൻ വേണ്ടിയിട്ടും അതുപോലെ പുറമെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും കാൽഷ്യം നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. സോ ഇറ്റ് ഹെൽപ്പ് ഫോർ റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ. ആസ് ഹ്യൂമൻ ബോഡി cannot synthesize those metal, they should make available to the food. അല്ലേ? നമ്മുടെ ഫുഡിലൂടെയാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഫുഡിൽ നമ്മൾ ഇതൊക്കെ സപ്ലിമെന്ററി ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സും അമ്മമാരും നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ പറയുന്നത്, എന്ത് പറയുന്നത്? ഈ മെഡിസിൻസ് അല്ല, ഫുഡ് നന്നായിട്ട് കഴിക്കാന്ന്. അത് വെറുതെ വാരി വലിച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് കാര്യമില്ല. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന കാൽഷ്യം, അയേൺ, ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ട്. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം? പ്ലാൻ ചെയ്തിട്ട് ഡയറ്റ് ചെയ്ത് അതിനനുസരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. നിങ്ങളുടെ പ്രായം എന്നൊക്കെ പറഞ്ഞാൽ വളരുന്ന പ്രായം ആയതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ കമ്പൽസറി ആയിട്ട് നിങ്ങളുടെ ബോഡിയിൽ എത്തണം. അപ്പോഴേ നിങ്ങൾക്ക് NMMS ഒക്കെ എഴുതി ആ ഒരു സെറ്റ് ആവാൻ പറ്റുള്ളൂ. ഹെൽത്ത് ഈസ് വെൽത്ത് നല്ലടാ. സോ ഹെൽത്ത് വേണം. ഹെൽത്ത് ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുള്ളൂ? നടക്കുള്ളൂ. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെ കഴിക്കാം? യോഗായിട്ട് കഴിക്കാം, വൈറ്റ് ബീൻസ്, മിൽക്ക്. എപ്പോഴും നിങ്ങൾക്ക് അമ്മമാർ എന്ത് ചെയ്യും? രാവിലെ തന്നെ ഒരു ഗ്ലാസ് പാല് വെറുതെ കൊണ്ടുവന്ന് വെച്ച് തരാണോ? മുട്ട വെറുതെ കൊണ്ടുവന്ന് വെച്ച് തരാണോ? മുട്ടയ്ക്കകത്ത് കുറെ പ്രോട്ടീൻസ് ഉണ്ട്. പാലിനകത്ത് ഇതേപോലെ കാൽഷ്യം ഒക്കെ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. ആൻഡ് ക്യാൻഡ് ഫിഷ്, ബ്രൊക്കോളി ഒക്കെ നല്ല റേറ്റ് ഉള്ള സാധനമാണ്, ബട്ട് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർ പ്രത്യേകിച്ചും കഴിക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക? എല്ലാ സാധനം ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? സെറ്റ് ആക്കാൻ. പരീക്ഷയ്ക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഹെൽത്ത് ശ്രദ്ധിക്കുക. അതുണ്ടെങ്കിലേ നമുക്ക് എന്തും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. റെഡി? അപ്പൊ മിസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങള് വളരെ കുറഞ്ഞ സമയം കൊണ്ട് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പോകെയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഡീറ്റെയിലിംഗ് ആയി തന്നെ പഠിക്കും. സോ എന്റെ മക്കൾ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ പഠിച്ചിട്ട് പോവാ. ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകളായിട്ട് ഇനിയും മിസ് വരും. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ തരാം. എന്തായാലും നമ്മൾ ടീത്തിനെ റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതുകൊണ്ട് എത്ര പല്ലുകളാണ് നമുക്ക് ടോട്ടൽ ഉള്ളത്? നമ്മളൊരു ഒരു ഏജ് ആയിക്കഴിഞ്ഞാൽ, ചെറിയ ഏജ് അല്ല, നമ്മുടെ ഒരു പ്രായമൊക്കെ എത്തിക്കഴിഞ്ഞാൽ, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ എത്ര പല്ലുകൾ നമുക്ക് ടോട്ടൽ എത്ര ടീത്ത് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. ശരിയാണെന്ന് ഞാൻ വെറുതെ നോക്കട്ടെ. റെഡി? അപ്പൊ നമ്മുടെ പല്ലുകളുടെ എണ്ണം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സ്മൈൽ ഇടാൻ വേണ്ടിയിട്ട് മറക്കണ്ട. റെഡി? അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. സീരിയസ് ബൈ.